السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. ബഹുമാനപ്പെട്ട മുതഅല്ലിമുകളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ വാഖിഅയുടെ തഫ്സീറാണ്. ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ വാഖിഅ. നിത്യമായി പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്, നമുക്കെല്ലാവർക്കും അറിയാം, സൂറത്തുൽ വാഖിഅ. ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനിക്കുണ്ട്. നിങ്ങൾ പ്രസംഗങ്ങളിലും മറ്റു വായനകളിലൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലേക്ക് ഞാൻ വിശദമായി പ്രവേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹം വഫാത്തായ ആ രോഗത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. രോഗസന്ദർശനത്തിന് വേണ്ടി പോയി. പല കാര്യങ്ങളും സംസാരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ചു, ഒരു ഡോക്ടറെ കൊണ്ടുവരട്ടെ ചികിത്സിക്കാനെന്ന് പറഞ്ഞപ്പോൾ രോഗിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അത്വബീബു അമ്രലനി, ഡോക്ടർ തന്നെയല്ലേ എനിക്ക് രോഗം നൽകിയത്. അഥവാ തവക്കുലിന്റെ അങ്ങേ അറ്റത്താണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അള്ളാഹുവാണ് രോഗം നൽകുന്നവൻ, അള്ളാഹുവാണ് ശിഫയാക്കുന്ന വിശ്വഗ്വരനും വൈദ്യരും ഡോക്ടറുമെല്ലാം അള്ളാഹു അല്ലേ. അവനല്ലേ ശിഫയാക്കാൻ കഴിവുള്ളൂ, അവനല്ലേ യഥാർത്ഥ ഡോക്ടർ, അവനല്ലേ എന്നെ രോഗിയാക്കിയത് എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ അവർ ദീർഘമായി സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് ജീവിക്കാൻ സ്വരൂപിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറയുന്ന മറുപടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത്തഖ്ശഅല ബനാത്തിൽ ഫാഖ മിൻ ബഅദി, എൻ്റെ കാലശേഷം എൻ്റെ പെൺമക്കളുടെ മേലിൽ ദാരിദ്ര്യം നിങ്ങൾ ഭയപ്പെടുകയാണോ? ഭയപ്പെടേണ്ട. കാരണം ഇന്നി അമർതുഹുന്ന അൻ യഖറഅന സൂറത്തുൽ വാഖിഅ കുല്ല ലൈല, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൽപ്പിച്ചതല്ല, അതിനെനിക്ക് അടിസ്ഥാനമുണ്ട്. ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി കുല്ല ലൈലത്തിൻ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദ, ആരെങ്കിലും കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലം തുസിബ്ഹു അവനിക്ക് എത്തുകയില്ല ഫാഖത്തുൻ ഒരു ദാരിദ്ര്യവും, അബദൻ ഒരു കാലത്തും അവനിക്ക് എത്തുകയില്ല എന്ന് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സൂറത്ത് ഞാൻ അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അവരോട് നിത്യമായി പാരായണം ചെയ്യാൻ കൽപ്പിച്ചിട്ടുമുണ്ട്. അവരത് പാരായണം ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യം വരുമെന്ന് എനിക്ക് പേടിയില്ല. എൻ്റെ കാലശേഷം അവർ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെടുന്നുമില്ല. അവർക്ക് അല്ലാഹു തആല നൽകിയതായ സൂറത്തുൽ വാഖിഅയാണ് ഞാൻ കരുതി വച്ചിട്ടുള്ളത് എന്ന് മൂപ്പര് മറുപടി പറഞ്ഞു. വേറെയും ഒരുപാട് മഹത്വങ്ങൾ സൂറത്തിനെ കുറിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ നിത്യമായി എല്ലാ രാത്രിയിലും പാരായണം ചെയ്യേണ്ടതായ സൂറത്താണ്. എല്ലാവരും അതിന് ശ്രമിക്കുക, പ്രാവർത്തികമാക്കുക. നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മുടെ ഇൽമ് നാഫിയാവുക. വെറുതെ പഠിച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ വാഖിഅ മക്കിയ, സൂറത്ത് വാഖിഅ മക്കിയാണ്, ഹിജ്റക്ക് മുമ്പിറങ്ങിയ ആയത്താണ്. ഇല്ല ഫബിഹാദൽ ഹദീസി അൽ ആയ, ഫബിഹാദൽ ഹദീസി എന്ന ആയത്തൊഴികെ, അതുപോലെ വസുല്ലത്തും മിനൽ അവ്വലീന അൽ ആയ ആ ആയത്തുമൊഴികെ. ഫബിഹാദൽ ഹദീസി എന്ന് തുടങ്ങുന്ന ആയത്തും സുല്ലത്തും മിനൽ അവ്വലീന വഖലീലു മിനൽ ആഖിരീൻ എന്നുള്ള ആ ആയത്തും, ഈ രണ്ടായത്തുകൾ ഒഴികെ ബാക്കിയെല്ലാം മക്കിയാണ്. ആ രണ്ടായത്തുകൾ മദനിയാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കുക? ഈ സൂറത്ത് മൊത്തം ഒരേ സമയത്ത് അവതരിച്ചതല്ല എന്ന് മനസ്സിലാക്കാം.
വഹിയ സിത്തുൻ ഔ സബ്ഉൻ ഔ തിസ്ഉൻ വ തിസ്ഉനായ 96, 97 അല്ലെങ്കിൽ 99 ആയത്തുകളാണ്. ഖുർആകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. ഒരു കൂട്ടം ഖുർആകൾ പറയുന്നത് കാര്യങ്ങൾ പറയുന്നത് 96 മറ്റൊരു കൂട്ടം പറയുന്നു 97 മറ്റൊരു കൂട്ടം പറയുന്നു 99 ആയത്താണ്. അതുപോലെ ഏതെല്ലാം ആയത്തുകളാണ് മക്കിയ മദനിയ എന്നതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറഞ്ഞ അഭിപ്രായം ഈ 2 ആയത്തുകൾ ഒഴികെ ബാക്കിയെല്ലാം മക്കിയാണ് എന്ന. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅഹ് ലൈസ ലിവഖഅതിഹാ കാദിബഹ് ഖാഫിളത്തുർ റാഫിഅഹ് ഇദാ റുജ്ജത്തിൽ അർദു റജ്ജൻ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم بلدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما صدق الله العظيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة إذا وقعت الواقعة ഞാൻ ഓതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബഹ്. അവസാനത്തിൽ ഒരു ഹാഇന്റെ ഉച്ചാരണം വരണം. വാഖിഅതു, കാദിബതു, ഖാഫിലത്തു, റാഫിഅത്തുൻ. ഇങ്ങനെ അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമ, ഇങ്ങനെ ഹാത്താവ് കൊണ്ട് അവസാനിക്കുന്ന തഅനീസിന്റെ താ ഹാത്താവ് കൊണ്ട് അവസാനിക്കുന്ന കെലിമത്താണെങ്കിൽ ആ കെലിമത്തിന്റെ മേൽ വഖഫ് ചെയ്യുമ്പോൾ ആ താഇനെ ഹാ ആക്കി മാറ്റിയിട്ട് ഹാഇന് സുക്കൂൻ ചെയ്തിട്ട് വേണം വഖഫ് ചെയ്യാൻ. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലായിടത്തും ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനത്തിൽ ഹാ ആണ് വരുന്നതെങ്കിൽ ആ ഹാഇന്റെ മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇന് സുക്കൂൻ ചെയ്തിട്ട് എല്ലാ അക്ഷരങ്ങൾക്കും സുക്കൂൻ ചെയ്തിട്ട് വഖഫ് ചെയ്യുന്നത് പോലെ ഹാഇന്റെ മേലും സുക്കൂൻ ചെയ്തിട്ട് വഖഫ് ചെയ്യണം. അല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹാ കേൾക്കണം, ഹാഇനെ കളയാൻ പറ്റില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാഇനെ കളയലല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ്. ഹമിദഹ്, ഹമിദഹ് എന്നിങ്ങനെ കട്ടി കൂട്ടിയിട്ടൊന്നും പറയരുത്. ഹമിദഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതൊക്കെ നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത്. അത്തഹിയ്യാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് നിർബന്ധമാണല്ലോ പറയല്. അവിടെ നിന്നൊരു ഹർഫ് പോയി കഴിഞ്ഞാൽ അത് വിഷയമാണ്, പ്രശ്നമാണ്.
ഇങ്ങനെ ഹാ കൊണ്ട് അവസാനിക്കുന്ന കലിമത്തിനെ എങ്ങനെയാണോ വഖഫ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഹാത്താ കൊണ്ട് അവസാനിക്കുന്ന കലിമത്തുകളുടെ മേൽ വഖഫ് ചെയ്യുമ്പോഴും ഉച്ചരിക്കേണ്ടത്. അൽ വാഖിഅഹ്. ഹാത്ത അല്ല ബാത്ത ആണെങ്കിൽ ആ താഇനെ താ ആയിട്ട് നിർത്തിയിട്ട് തന്നെ സുക്കൂൻ ചെയ്യണം. ലറബത്ത്, അതും തേനീസിന്റെ താ തന്നെയാണ്. ഇനി തേനീസിന്റെ താവാട്ടെ അല്ലാതിരിക്കട്ടെ, ബാത്ത ആണെങ്കിൽ ബാ എഴുതുന്ന പോലെ എഴുതുന്ന താ ബാത്ത, ഹാ എഴുതുന്ന പോലെ എഴുതുന്ന താ ഹാ താ തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രയോഗം പഴയ ഉസ്താദുമാരൊക്കെ പഠിപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ ഹാത്ത ആകുമ്പോ ഹാ ആയിട്ട് വഖഫ് ചെയ്യണം, ബാത്ത ആവുമ്പോ താ ആയിട്ട് തന്നെ നിർത്തിയിട്ട് സുക്കൂൻ ചെയ്യുക. ലറബത്ത് നസ്വറത്ത്, അവിടെയൊക്കെ ലറബത്ത് നസ്വറത്ത് ഇങ്ങനെയാണ് വഖഫ് ചെയ്യുക. കാരണം ആ താ ബാത്ത ആണ്, ബാഇനെ എഴുതും പോലെ എഴുതുന്ന താ ആണ്. ഹാത്ത ആവുമ്പോൾ ഇദാ വഖഅത്തിൽ വാഖിഅഹ് ലൈസ ലിവഖഅതിഹാ കാദിബഹ്. ഓക്കെ, എല്ലായിടത്തും ശ്രദ്ധിക്കുക. ഇദാ വഖഅത്തിൽ വാഖിഅഹ്, ആ സംഭവിക്കുന്ന മഹാസംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ, ഐ ഖാമത്തിൽ ഖിയാമ, ഖിയാമം സംഭവിച്ചു കഴിഞ്ഞാൽ, ഖിയാമത്ത് നാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇദാ വഖഅത് വാഖി ആയാൽ, വാഖി ആവുന്ന സമയത്ത്, സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? അൽ വാഖിഅ, ആ സംഭവിക്കുന്നത്, ആ മഹാസംഭവം സംഭവിക്കുന്ന സമയത്ത്, ലൈസ ലിവഖഅതിഹാ, അതിന്റെ ആ സംഭവിക്കലിനിക്കുണ്ടാവുകയില്ല, കാദിബത്തുൻ, കളവാക്കുന്ന ഒരു നഫ്സും ഉണ്ടാവുകയില്ല. നഫ്സുൻ തുകദ്ദിബു, ആ ഒരു സംഭവത്തെ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ്, ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഖിയാമം സംഭവിക്കുമ്പോൾ എന്ന് പറയാതെ ആ സംഭവിക്കുന്ന മഹാസംഭവം അതാണ് സംഭവം, സംഭവിക്കാൻ പോകുന്നത് അതാണ്, അത് ഉറപ്പാ, അതുകൊണ്ട് അതിനങ്ങനെ പറഞ്ഞതാ. ആ മഹാസംഭവം സംഭവിക്കുന്ന സമയത്ത് ഒരാളും അതിനെ നിഷേധിക്കാനോ കളവാക്കാനോ ഉണ്ടാവില്ല. ഇപ്പോ പല ആളുകളും ലോകം അവസാനിക്കില്ല, ഖിയാമം സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവാം. ലൈസ ലിവഖഅതിഹാ, ആ ഖിയാമത്തിന്റെ സംഭവിക്കലിനിക്കുണ്ടാവുകയില്ല, കാദിബത്തുൻ നഫ്സുൻ, കാദിബത്തുൻ നഫ്സുൻ തുകദ്ദിബു, കളവാക്കുന്ന ഒരു ശരീരവും ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് കളവാക്കുന്ന ശരീരം ഉണ്ടാവല്? ബിഅൻ തംഫിഹ, ആ നഫ്സുകൾ ഈ ഖിയാമത്തിനെ, വാക്യത്തിനെ കളവാക്കൽ കൊണ്ട്, അങ്ങനെ കളവാക്കുന്ന, നിഷേധിച്ചുകൊണ്ട് കളവാക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല. കമാ നഫത്ഹാ ഫി ദുനിയ, ഈ ദുനിയാവിൽ ഖിയാമം സംഭവിക്കുന്നതിന് മുൻപ് ദുനിയാവിൽ ആ ഖിയാമത്ത് നാളിനെയും അനുബന്ധ കാര്യങ്ങളെയും നിഷേധിച്ചതുപോലെ നിഷേധിച്ചുകൊണ്ട് ഖിയാമത്തിനെ നിഷേധിക്കുന്ന ഒരാളും ഉണ്ടാവില്ല. എല്ലാവരും അംഗീകരിക്കും ഖിയാമം സംഭവിച്ചു കഴിഞ്ഞാൽ. ആ നാള് ഖാഫിലത്തുൻ റാഫിഅത്തുൻ, ഖാഫിലത്ത് എന്ന് പറഞ്ഞാൽ താഴ്ത്തുന്നത്, ഖഫല താഴ്ത്തി, റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി. എല്ലാം ഖിയാമത്തിനിക്ക് സിഫത്താ. ഖിയാമത്ത് മുഅന്നസായതുകൊണ്ട് ഖാഫിലത്തു റാഫിഅത്തുൻ എന്ന് ഹാത്താ കൊടുത്തു. അപ്പോ തർക്കീബുകളൊക്കെ രണ്ടാം ഖബറും പലതുമാക്കാം. ലൈസ ലിവഖഅതിഹാ കാദിബത്തുൻ ഹിയ, പിന്നെ കളയപ്പെട്ട മൂത്താന്റെ ഖബറാക്കാം. ഹിയ, ആ ഖിയാമത്ത് നാളാവുന്നത്, ആ വാക്യത്താവുന്നത്, ഖാഫിലത്തുൻ, അത് താഴ്ത്തുന്നതാണ്, റാഫിഅത്തുൻ ഉയർത്തുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ ആ യൗമുൽ ഖിയാമ സ്വർഗപ്രവേശനം കൊണ്ട് ഉയർത്തും, ബഹുമാനിക്കും, ആദരിക്കും. മറ്റൊരു വിഭാഗം ആളുകളെ നരകപ്രവേശം കൊണ്ട് ആ ദിവസം, ആ നാള് താഴ്ത്തിക്കെട്ടുകയും ചെയ്യും. മുഫസ്സിർ റഹ്മുള്ള എടുക്കും നോക്കൂ. ഖാഫിലത്തുർ റാഫിയനെ മുഫസ്സിർ റഹ്മുള്ള ഖബറായിട്ടാണ് കണക്കാക്കുന്നത്, കളയപ്പെട്ട മുബ്തദയുടെ ഖബർ. ആ മുബ്തദയെ സങ്കല്പിക്കുകയാണ് ഹിയ, ഈ വാക്യത്താവുന്നത് അഥവാ ഖിയാമത്ത് നാളാകുന്നത്, മുദ്ഹിറത്തുൻ വെളിപ്പെടുത്തുന്നതാണ്. ഖിയാമത്ത് നാളാണ് വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിലാണ് വെളിപ്പെടുക. എന്തിനെ വെളിപ്പെടുത്തും? ലിഖഫ്ലി ഖൗമിൻ, ഒരു ഖൗമിന്റെ താഴ്ചയെ, ബിദുഖൂലിഹിം ഉന്നാർ, അവർ നരകപ്രവേശനം കാരണം കൊണ്ട് അവർ താഴ്ന്നവരാണ്, അവർ നീചരാണ് എന്ന് ആ നാളിൽ വെളിവാകും, ആ നാൾ വെളിപ്പെടുത്തും. വലി റഫ്ഇ ആഖരീന, വേറെ വിഭാഗത്തിന്റെ ഉയർച്ചയെയും വെളിപ്പെടുത്തുന്നതാണ് ഹിയാ ഖിയാമത്ത് നാൾ. എങ്ങനെയാണ് അവർ ഉയർന്നു പോകുന്നത്? ബിദുഖൂലിഹിം
ബിദുഖൂലിഹിമുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊണ്ട്. അപ്പൊ സ്വർഗപ്രവേശനം കൊണ്ട് അനുഗ്രഹീതരായ ആളുകളുടെ ഉയർച്ചയുടെയും നരകപ്രവേശം കൊണ്ട് നിന്ദ്യരായി മാറുന്ന കുഫാറുകളുടെയും ദോഷികളുടെയും താഴ്ചയെയും വെളിപ്പെടുത്തുന്ന നാളാണത്. ഇദാ റുജ്ജത്തിൽ, അതായത് ഇദാ റുജ്ജത്തിൽ, ആദ്യം പറഞ്ഞ ഇദാ വക്കയത്തിൽ നിന്ന് ബദല്. അതിന് ഷർത്തിന്റെ അർത്ഥമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ലറഫിന്റെ അർത്ഥം കൊടുത്താൽ മതി എന്ന പറയുന്ന മുഫസ്സിരീങ്ങളുണ്ട്. അപ്പോൾ ഇദാ വക്കയത്തിൽ വാക്യ ആയാൽ എന്ന് പറയേണ്ട, വാക്യാവുന്ന സമയത്ത് അതിനെ കളവാക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് ബദലാവുമ്പോ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജൻ, ഇദാ റുജ്ജത്തിൽ അർളു, ഭൂമിയെ കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന സമയത്ത്, വിറപ്പിക്കപ്പെട്ടാൽ ഷർത്തിന്റെ മാന കൊടുക്കുകയാണെങ്കിൽ ഇദാ റുജ്ജത്തിൽ അർളു, ഭൂമിയെ കിടുകിടാ വിറപ്പിക്കപ്പെടും, പിടിച്ചു കുലുക്കപ്പെടും. റജ്ജൻ, വല്ലാത്തൊരു പ്രയോഗമാണിത്. നമ്മൾ ഏതെങ്കിലും ചെറിയ മരങ്ങളോ മറ്റെന്തെങ്കിലും പിടിച്ച് കുലുക്കുകയല്ല, ഭൂമിയാണ് കുലുക്കപ്പെടുന്നത്. റജ്ജൻ, ഭൂമിയുടേതായ കുലുക്കൽ പിടിച്ച് കുലുക്കപ്പെടുമ്പോ അതിന്റെ ഭീകരത ഒന്ന് ഓർത്തു നോക്കിയേ. ഭൂമി ഒന്നായിട്ടങ്ങ് വിറക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഭൂചലനങ്ങളെ കൊണ്ട് തന്നെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളും ചെറിയ ബിൽഡിങ്ങുകളും എല്ലാം തവിട് പൊടിയാവുകയാണ്. അതേതെങ്കിലും ഒരു ഭാഗം ചെറിയ രീതിയിൽ കുലുക്കപ്പെട്ടാൽ മാത്രം. ഇതങ്ങനെയല്ല. റജ്ജൻ, ഭൂമിയുടേതായ കുലുക്കം, ഭൂമിയെ മൊത്തം പിടിച്ചു കുലുക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് ഇളക്കപ്പെട്ടാൽ, കുലുക്കപ്പെടുന്ന സമയത്ത് അന്ന് അതിനെ നിഷേധിക്കാനൊന്നും ആരുണ്ടാവില്ല. വബുസ്സത്തിൽ ജിബാലു ബസ്സൻ, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുമ്പോ, ഭൂമിയുടേതായ കിടുക്കപ്പെടുമ്പോ, ബുസ്സിത്തൽ ജിബാലു ബസ്സൻ, പർവ്വതങ്ങളെ തവിട് പൊടിയാക്കപ്പെടും. ബസ്സൻ, പർവ്വതങ്ങളുടേതായ പൊടിക്കല്. പർവ്വതങ്ങളൊക്കെ പൊടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായിരിക്കും അത്. ഫുത്തിതത്, പർവ്വതങ്ങളൊക്കെ പൊടിക്കപ്പെടും. അങ്ങനെ ഫകാനത്ത്, ആ പർവ്വതങ്ങളായിത്തീരും. ഹബാഅൻ, ധൂളികളും പൊടിപടലങ്ങളുമായിട്ട് മാറും. ഒബാറൻ, പൊടിപടലങ്ങളായി മാറും. മുംബസ്സൻ, മുന്തശിറൻ, പരന്നു കിടക്കുന്ന വിതറപ്പെട്ട ധൂളികളെ പോലെ പരന്നു കിടക്കുന്ന പൊടികളായിട്ട് മാറും. പടുകൂറ്റൻ പർവ്വതങ്ങൾ, ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങളുണ്ടല്ലോ, ആ പർവ്വതങ്ങളെയെല്ലാം തവിട് പൊടിയാക്കിയിട്ട് കാറ്റത്ത് പാറി പറക്കുന്ന ധൂളികളെ പോലെയാക്കി മാറ്റും. വൈദസാനിയത്തു ബദലും മിനൽ ഊല, ഈ രണ്ടാം ഇദാ റുജ്ജത്തിൽ അർളു എന്നത് രണ്ടാം ഇതയാണല്ലോ. ആ ബദലുൻ മിനൽ ഊല, ഒന്നാം ഇതയാവുന്ന ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന ഇതയിൽ നിന്ന് ബദലാണ്. അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സമയത്ത്, വകുൻതും, നിങ്ങളാവുകയും ചെയ്താൽ, ഫിൽ ഖിയാമ, യൗമുൽ ഖിയാമയിൽ നിങ്ങളാവുകയും ചെയ്താൽ, അസ്വാജൻ സലാസ, 3 വിഭാഗമായി മാറുകയും ചെയ്താൽ, അസ്നാഫൻ സലാസ, 3 വിഭാഗമായി മാറുകയും ചെയ്താൽ, ആഖിറത്തിൽ 3 വിഭാഗം ആളുകളായിട്ടാണ് അല്ലാഹു തആല തരംതിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ആകുന്ന സമയത്ത് അതിനെ നിഷേധിക്കാൻ ആരുണ്ടാവില്ല. ലൈസലി വഖഅതിഹാ കാദിബ, അന്നാരും നിഷേധിക്കില്ല, ആരും കളവാക്കില്ല, ഒരു നഫ്സും അതിനെ കളവാക്കില്ല, എല്ലാവരും അംഗീകരിക്കും. ഏതെല്ലാമാണ് ആ 3 വിഭാഗം? ഫഅസ്ഹാബുൽ, അതിനെ തഫ്സീലാക്കുകയാണ്. തഫ്സീലിന്റെ ഫ എന്ന് പറയും. ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ വിശദീകരിക്കുമ്പോൾ ഇവിടെ ആ 3 വിഭാഗത്തെ വിവരിക്കുകയാണ്. ഫഅസ്ഹാബുൽ മൈമന, അതിൽ മൈമനത്തിന്റെ ആളുകളാകുന്നത്, വലതുപക്ഷക്കാരാകുന്നത്. മാ അസ്ഹാബുൽ മൈമന, എന്താണ് ആ ടീം, എന്താണ് അവര്, എന്താണ് ആ വലതുപക്ഷക്കാര്, അഥവാ എന്താണ് അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ അവസ്ഥയും. വല്ലാത്ത അവസ്ഥയാണ് അവരുടേത്, വല്ലാത്ത സ്ഥാനമാണ്. ഒന്നവരാ. രണ്ടാമത്തെ വിഭാഗമോ അടുത്തായത് നോക്കൂ. അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാര്. ഇത് രാഷ്ട്രീയത്തിലുള്ള വലതുപക്ഷവും ഇടതുപക്ഷവും അല്ല. വലതു വഴിയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? മാസ്ഹാബുൽ മൈമന, എന്താണ് അവരുടെ സ്ഥിതി, എന്താണ് അവര്? അസ്ഹാബുൽ മശ്അമ,
ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളാകുന്നത് മാസ്ഹാബുൽ മഷ്അമ. എന്താണ് ആ ഇടതുപക്ഷക്കാര്? ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളുടെ ദുരവസ്ഥ. രണ്ടാം വിഭാഗം. മൂന്നാം വിഭാഗമോ വസ്സാബിഖൂന സാബിഖൂൻ. ഇങ്ങനെ മൂന്ന് വിഭാഗക്കാരാണ്. അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മഷ്അമ, അസ്സാബിഖൂൻ. ഇതാണ് മൂന്ന് വിഭാഗം. അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മൈമനയാകുന്നത് ആരാണ്? അവര് വഹുമുല്ലദീന യുഅ്തൗന കുതുബഹും ബി ഐമാനിഹിം. വലത് കൈയിൽ അവരുടെ കിതാബുകൾ നൽകപ്പെടും. അങ്ങനത്തെ ആളുകൾ. വഹും അവര് അല്ലദീന യാതൊരുത്തരാണ് യുഅ്തൗന അവർക്ക് നൽകപ്പെടും കുതുബഹും അവരുടെ നന്മതിന്മകൾ റെക്കോർഡ് ചെയ്ത കിതാബുകളെ ബി ഐമാനിഹിം വലത് കൈയിൽ നൽകപ്പെടും. അങ്ങനത്തെ ആളുകളാണ് അസ്ഹാബുൽ മൈമന. അങ്ങനെയുള്ള ആളുകളാകുന്നത് മുബ്തദഉൻ. ഖബറുഹു അതിന്റെ ഖബർ മാ അസ്ഹാബുൽ മൈമന അൽ ഖാരിഅതു മൽ ഖാരിഅ അൽ ഹാഖതു മൽ ഹാഖ എന്നിടത്തൊക്കെ ഇതുപോലെ തന്നെയാണ് തഫ്സീർ. ഇതുപോലെ തന്നെയാണ് ഇറാബും തർക്കീബും. ആദ്യത്തത് മുബ്തദ മാ അസ്ഹാബുൽ മൈമന, മാ. രണ്ടാം മുബ്തദ ഇസ്തിഫാമിന്റെ മാ, അസ്ഹാബുൽ മൈമന ആ മായുടെ ഖബർ. ഈ മാ അസ്ഹാബുൽ മൈമന എന്ന മുബ്തദയും ഖബറും കൂടിയ ജുംല അസ്ഹാബുൽ മൈമന എന്ന ഒന്നാം മുബ്തദയുടെ ഖബർ. അൽ ഹാഖ മുബ്തദ, മാ രണ്ടാം മുബ്തദ, അൽ ഹാഖ മൽ ഹാഖ എന്ന ഹാഖ മായുടെ ഖബർ. ആ മൽ ഹാഖ എന്ന മുബ്തദയും ഖബറും കൂടിയ ജുംല അൽ ഹാഖ എന്ന മുബ്തദയുടെ ഖബർ. അൽ ഖാരിഅതു മൽ ഖാരിഅ അവിടെ ഇങ്ങനെ തന്നെ. തഅലീമുൽ ലിശഅനിഹിം അവരുടെ അവസ്ഥയെയും ദറജയെയും മഹത്വപ്പെടുത്തുകയാണ്. ബിദുഖൂലിഹിമുൽ ജന്നത അവർ സ്വർഗപ്രവേശനം നേടിയതുകൊണ്ട് അവർക്കുണ്ടാകുന്ന സ്ഥാനമാനങ്ങളെയൊക്കെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട്, മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്, തഅലീം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല പറയുക. എന്താണ് ഈ വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ, എന്തായിരിക്കും അവരുടെ സ്ഥിതി? വല്ലാത്ത സ്ഥാനങ്ങളായിരിക്കും, മഹത്വമായിരിക്കും അവരുടേത്. ഇതാണ് ഒരു വിഭാഗം. വാസ്ഹാബുൽ മഷ്അമ, മഷ്അമത്ത് എന്ന് പറഞ്ഞാൽ ഈ ഷിമാല്, ഇടതിന്റെ ആളുകൾ. അവരാരാ? ഇടതിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ കുല്ലുമിൻഹും അവരിൽ ഓരോരുത്തർക്കും നൽകപ്പെടും കിതാബഹു അവന്റെ കിതാബിനെ ബിഷിമാലിഹി അവന്റെ ഇടത് കൈയിൽ നൽകപ്പെടും. അങ്ങനത്തെ ആളുകൾ. അങ്ങനെ ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളാകുന്നത് മാ അസ്ഹാബുൽ മഷ്അമ. എന്താണ് ആ ഇടതുപക്ഷത്തിന്റെ ആളുകളുടെ അവസ്ഥ, ഇടതുപക്ഷക്കാരുടെ അവസ്ഥ? വളരെ നീചം. തഹ്ഖീറുൽ ലിശഅനിഹിം വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളെ ബഹുമാനിക്കാൻ, തഅലീം ചെയ്യാനായിരുന്നു പറഞ്ഞതെങ്കിൽ ഇവിടെ തഹ്ഖീറുൽ ലിശഅനിഹിം, തഅലീമിന്റെ നേരെ ഓപ്പോസിറ്റാണ് തഹ്ഖീർ. അവരുടെ അവസ്ഥയെ വളരെ നിസ്സാരപ്പെടുത്തുക, നികൃഷ്ടമാക്കുക, മോശപ്പെടുത്തുക. ബിദുഖൂലിഹിമുൻ നാറ അവര് നരകപ്രവേശനം നേടുന്നത് കൊണ്ട് അവർക്കുള്ള സ്ഥാനങ്ങളും അവരുടെ അവസ്ഥകളൊക്കെ വളരെ മോശമായിരിക്കും എന്ന് വെളിപ്പെടുത്താനാണ് മാസ്ഹാബുൽ മഷ്അമ. എന്താണ് അസ്ഹാബുൽ മഷ്അമ? വളരെ മോശം. ഇത് രണ്ടാം വിഭാഗം. മൂന്നാം വിഭാഗം വസ്സാബിഖൂന ഇലൽ ഖൈരി ഖൈറാത്തുകളിലേക്കെല്ലാം മുന്നേറുന്നവർ, ഉളരുന്നവർ, ധൃതി കാണിക്കുന്നവർ, മുൻകടക്കുന്നവർ, മത്സരിക്കുന്നവർ. ഏത് നന്മയും ഏത് ഖൈറ് കാണുമ്പോഴും അതിലേക്ക് അമാന്തിച്ചു നിൽക്കാതെ, സംശയിച്ചു നിൽക്കാതെ, മടി കാണിക്കാതെ മുന്നേറുന്നവർ, ഉളരുന്നവർ. വഹുമുൽ അംബിയ അത് അമ്പിയാക്കന്മാരാണ്. അതുപോലെ അമ്പിയാക്കളെ കൊണ്ട് നേരിട്ട് അവരെ കണ്ട് വിശ്വസിച്ച ആളുകളും. ഒരു തഫ്സീറാണ്, പല തഫ്സീറുകളും ഉണ്ട്. ഏത് നന്മയിലേക്കും മുൻകടക്കുന്ന ആളുകൾ, പല തഫ്സീറുകളും ഉണ്ട്. പോട്ടെ. അസാബിക്കൂൻ ആ സാബിക്കീങ്ങളായ ആളുകളാകുന്നത് തഅ്കീദ. അസാബിക്കൂൻ അസാബിക്കൂൻ ലഫ്ദിയായ തഅ്കീദ്. തഅ്കീദുൻ ലിതഅലീം ശഅനിഹിം അവരുടെ അവസ്ഥ ഒന്ന് മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ തഅ്കീദ്. സാബിക്കൂൻ നന്മകളിലേക്ക് മുന്നേറുന്ന ആളുകൾ. ആ നന്മകളിലേക്ക് മുന്നേറുന്ന ആളുകളെ അവരാകുന്നത് മുബ്തദയാണ്. വൽ ഖബറു ഖബറാകുന്നത് ഉലൈകൽ മുഖറബൂൻ എന്ന ഉലൈക മുബ്തദ, അൽ മുഖറബൂൻ ഖബർ, ആ ജുംല അസാബിക്കൂൻ എന്ന മുബ്തദയുടെ ഖബർ. ഇവിടൊക്കെ ഒരു തഫ്സീറാണ്, പല തഫ്സീറുകളുണ്ട്. അസാബിക്കൂന മുബ്തദ, രണ്ടാമത്തെ അസാബിക്കൂനെ ബദലാക്കിയിട്ട് തഅ്കീദാക്കിയിട്ടാണ് മുഫസ്സിർ റഹ്മത്തുള്ളാഹി പോയത്. എന്നാൽ രണ്ടാം അസാബിക്കൂനെ ഖബറാക്കുക, ഉലൈകൽ മുഖറബൂനെ സെപ്പറേറ്റ് മൂത്തി ഖബറുവാക്കുക. അങ്ങനെ തർക്കീബ് പറഞ്ഞ ഇമാംമാരുമുണ്ട്, മുഫസ്സിരീങ്ങളുണ്ട്. അത് പ്രകാരം അസാബിക്കൂന ഖൈറാത്തുകളിലേക്കും നന്മകളിലേക്കും മുന്നേറുന്ന, മുൻകടക്കുന്ന ആളുകളാകുന്നത് അസാബിക്കൂന അവർ സ്വർഗത്തിലേക്കും മുൻകടക്കുന്നവരാണ്, മുന്നേറുന്നവരാണ്, എല്ലാവരുടെയും മുമ്പിൽ പോകുന്നവരാണ്.
ഉലായിക അക്കൂട്ടര് ഇങ്ങനെ സാബിക്കീങ്ങളായ ആളുകളാകുന്നത് അവര് അൽ മുഖറബൂന അവരാണ് മുഖറബീങ്ങൾ, അവരാണ് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുത്തവര്, അള്ളാഹുവിന്റെ അടുപ്പക്കാർ. അവര് മുഖറബീങ്ങളാണെന്ന് മാത്രമല്ല, ഉലായിക്കയുടെ രണ്ടാം ഖബർ ഫീ ജന്നാത്തിൻ നഈം എല്ലാ നിഅമത്തുകളുടെയും അനുഗ്രഹങ്ങളുടെയും സ്വർഗത്തിലാണവർ, പർദീസയിലാണവർ. അങ്ങനെയുള്ള ആ സാബിക്കീങ്ങള് കളയപ്പെട്ട മുബ്തദയുടെ ഖബറായിട്ട് വെക്കുക. സുല്ലത്തും മിനൽ അവ്വലീന ഒരു തഫ്സീറാണ്. മുഫസ്സിർ പറയുന്നത് സുല്ലത്തും മിനൽ അവ്വലീന മുബ്തദയാണ്. എങ്ങനെയാക്കാം? സുല്ലത്തുൻ ആ ഒരു വിഭാഗം ആളുകൾ സാബിക്കീങ്ങൾ, സുല്ലത്തുൻ വലിയൊരു സംഘമാണ്, മിനൽ അവ്വലീന നമ്മുടെ മുൻഗാമികളിൽ നിന്ന് വലിയൊരു സംഘം സാബിക്കീങ്ങളായ മൂന്നാം വിഭാഗക്കാരുണ്ട്. വഖലീലും മിനൽ ആഖിരീൻ പിൻതലമുറക്കാരായ പിൻഗാമികളായ നമ്മുടെ നബിയുടെ ഉമ്മത്തിൽ നിന്നും ഖലീലും കുറഞ്ഞ ഒരു സംഘമാണ് സാബിക്കീങ്ങളിൽ ഉള്ളത്. ഹിയ അസാബിക്കീങ്ങള് അലിഹും ആ സാബിക്കീങ്ങള് ഹിയ ആ ഹിയ എന്നല്ല ഹുവ ആ സാബിക്കീങ്ങള് ആ വിഭാഗം അല്ലെങ്കിൽ ഹും ആ സാബിക്കീങ്ങൾ എന്ന ജനങ്ങള് അവര് സുല്ലത്തും മിനൽ അവ്വലീന മുൻഗാമികളിൽ നിന്ന് വലിയൊരു സംഘമാണ്. വഖലീലും മിനൽ ആഖിരീന പിൻഗാമികളാവുന്ന നമ്മുടെ ഉമ്മത്തിൽ നിന്ന് ചെറിയൊരു സംഘവുമാണ് എന്ന് ഹും എന്ന മുബ്തദയുടെ ഖബറാക്കിയിട്ട് സുല്ലത്തിനെ പറയാം. മുഫസ്സിർ റഹ്മത്തുള്ളാഹി പോകുന്നത് സുല്ലത്തും മിനൽ അവ്വലീന മുബ്തദഉൻ മുൻഗാമികളിൽപ്പെട്ട വലിയ ഒരു സംഘമാകുന്നത്, ജമാഅത്തും മിനൽ ഉമമിൽ മാദിയ കഴിഞ്ഞു പോയ ഉമ്മത്തുകളിലെ വലിയ ഒരു സംഘമാകുന്നത്, വഖലീലും മിനൽ ആഖിരീന പിൻഗാമികളിൽപ്പെട്ട ചെറിയ ഒരു സംഘവും, മിൻ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ചെറിയ ഒരു സംഘവുമാകുന്നത്. അവരാരാ? വഹുമുസ് സാബിഖൂന അവരാണ് സാബിക്കീങ്ങൾ, മിനൽ ഉമമിൽ മാദിയ കഴിഞ്ഞ കാലഘട്ടത്തിലെയും വഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെയും സാബിക്കീങ്ങളായ ആളുകളാണ് ഇവര് എന്ന് മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറയുന്നു. അപ്പൊ തർക്കീബ് എങ്ങനെ വെച്ചാലും എല്ലാം ആശയം ഒന്ന് തന്നെയാണ്. സാബിക്കീങ്ങളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അസ്ഹാബുൽ യമീനെയോ അസ്ഹാബുൽ ഷിമാലിനെയോ അല്ല, അസ്ഹാബുൽ മൈമനയെയോ അസ്ഹാബുൽ മഷ്അമയെയോ അല്ല, സാബിക്കീങ്ങളെ കുറിച്ച് പറയുകയാ. അത് മുൻഗാമികളിൽ വലിയ സംഘമാണ്, നമ്മുടെ ഉമ്മത്തിൽ ചെറിയ സംഘമാണ്. അവര് വൽ ഖബറു ആ വലിയ സംഘമാകുന്നത്, നമ്മുടെ ഉമ്മത്തിലെ ചെറിയ ആ സംഘമാകുന്ന സാബിക്കീങ്ങളാകുന്നത് ഖബർ അലാ സുറൂരിൻ മൗദൂനത്തിൻ അലാ സുറൂരിൻ മൗദൂന അവർ അലാ സുറൂരിൻ ചില കട്ടിലകളുടെ മേലാണ്. എങ്ങനത്തെ കട്ടിലകളാണ്? മൗദൂന എങ്ങനത്തെ കട്ടിലകളാണ്? മൗദൂനത്തിൻ ഐ മൻസൂജത്തിൻ ബി ഖുൽബാനി ദഹബ് സ്വർണത്തിന്റെ ചെറിയ ചെറിയ കമ്പുകളെ കൊണ്ട് നെയ്തെടുത്തതായ കട്ടിലകൾ. ചൂരലിന്റെ ഒക്കെ കട്ടിലുണ്ടാവുമല്ലോ, അതുപോലെ സ്വർണത്തിന്റെ കമ്പുകളെ കൊണ്ട് നെയ്തെടുത്ത കോർത്തെടുത്ത കട്ടിലുകൾ. വൽ ജവാഹിരി അമൂല്യമായ മുത്തുകളും രത്നങ്ങളും പതിപ്പിക്കപ്പെട്ടതായ കട്ടിലുകൾ. ആ കട്ടിലകളുടെ മേൽ ആനന്ദിച്ച് കിടക്കുന്നവരാണവർ സാബിക്കീങ്ങൾ. ആ സാബിക്കീങ്ങളുടെ വിശേഷണം തന്നെയാണ് ഇനിയും പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ആകത്തുക 3 വിഭാഗമാണ്. ഒന്ന് അസ്ഹാബുൽ മൈമന, മറ്റൊന്ന് അസ്ഹാബുൽ മഷ്അമ. അല്ലാഹു തആല ആ വിഭാഗത്തിൽ അസ്ഹാബുൽ മഷ്അമയിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. മറ്റൊരു വിഭാഗം അസ്സാബിഖൂൻ സാബിക്കീങ്ങളിൽ അല്ലെങ്കിൽ അസ്ഹാബുൽ മൈമനയിലെങ്കിലും അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ 2 വിഭാഗം അവർ സ്വർഗത്തിലാണ്, അസ്ഹാബുൽ മഷ്അമ നരകത്തിലുമാണ്. അതിൽ സാബിക്കീങ്ങളുടെ വിശേഷനാണ് പറയുന്നത്. അവർ മുഖറബീങ്ങളാണ്, ജന്നാത്തുൻ നഈമിലാണ്. അവർ മുൻഗാമികളിൽ നിന്ന് ധാരാളം ആളുകളുണ്ട്, നമ്മുടെ നബിയുടെ ഉമ്മത്തിൽ നിന്നും ചെറിയ സംഘമേ ഉള്ളൂ. അവർ മൗദൂനത്തായ കട്ടിലകളുടെ മേൽ ആനന്ദിക്കുന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സാബിക്കീങ്ങൾ. ഇനി അസ്ഹാബുൽ മഷ്അമക്കും അസ്ഹാബുൽ മൈമനക്കും ഉള്ളത് ശേഷം പറയും. നമ്മുടെ നബിയുടെ ഉമ്മത്തിൽ നിന്ന് അത് കുറവാൻ കാരണം ഒരു തഫ്സീർ പ്രകാരം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പറയാം. അമ്പിയാക്കന്മാരെ നേരിട്ട് കണ്ട് വിശ്വസിച്ച ആളുകൾ എന്നാണ് സാബിക്കീങ്ങൾക്ക് ഒരു തഫ്സീർ. അമ്പിയാക്കന്മാരെ നേരിട്ട് കണ്ട് വിശ്വസിച്ച ആളുകൾ, അത് നമ്മുടെ നബിയുടെ ഉമ്മത്ത് ഖലീലും കുറഞ്ഞ ആളുകൾ, 100,000-ഓളം സ്വഹാബത്തല്ലേ ഉള്ളൂ നബി തങ്ങൾ നേരിട്ട് കണ്ട് വിശ്വസിച്ച ആളുകൾ. നമ്മളൊക്കെ കാണാതെ വിശ്വസിച്ചവരാണല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും സാബിക്കീങ്ങളിൽ പെടില്ല. മറ്റമ്പിയാക്കന്മാർക്കോ
ആംബിയാക്കന്മാർ 100,000-ൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഓരോ പ്രവാചകനിക്കും ഒരു പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ച 2 ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ 2,00,000-ലധികമായില്ലേ? അപ്പോൾ നമ്മുടെ നബിയുടെ സ്വഹാബത്തിനേക്കാളും കൂടുതൽ ആളുകളായി അവർ. അതാ സുല്ലത്തും മിനൽ അവ്വലീന. ആ തഫ്സീർ പ്രകാരം പെട്ടെന്ന് മനസ്സിലാവും. സുല്ലത്തും മിനൽ അവ്വലീന വ ഖലീലും മിനൽ ആഖിരീനയുടെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല അസ്ഹാബുൽ മൈമനത്തിൻ്റെയും സാബിക്കീങ്ങളുടെയും കൂടെ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.